ഹായ് ഇസ് മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോപ്പ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ആസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവായി. കെനിയയിലെ ബസ് അപകടം. അപ്പോൾ ഡെയിലി ഇപ്പോൾ അപകടങ്ങളുടെ വാർത്തയാണ് കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ കപ്പൽ അപകടം, കപ്പലിലെ ആ ഒരു ഫയർ ആക്സിഡൻറ്റ് ഇന്നലെ കോഴിക്കോട് അടുത്ത് ബേപ്പൂരടുത്ത് നടന്നത്. ഇന്ന് ഇതാ ഇപ്പോൾ കെനിയയിലെ ബസ് അപകടം. അതിൽ കെനിയയിലെ ആ ബസ് അപകടത്തിൽ 6 പേർ മരിച്ചു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. 6-ൽ 5 പേര് മലയാളികൾ ആണെന്നാണ് ഒരു ദൗർഭാഗ്യകരമായ വാർത്ത എന്നത്. 6 പേരിൽ 5 പേര് മലയാളികളാണ്. അത് മലയാളികൾ 3 വനിതകളും 2 കുട്ടികളുമാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് തിരുവനന്തപുരം, പാലക്കാട്, തിരുവല്ല സ്വദേശികളാണ് മരിച്ചുവെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. മൊത്തം അതിൽ 33 യാത്രക്കാരുണ്ടായിരുന്നു. അതായത് 28 ടൂറിസ്റ്റുകളും അതോടൊപ്പം 3 ഗൈഡുകളും ഒരു ഡ്രൈവറും അടക്കം 33 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നു. ഖത്തറിൽ നിന്നും കെനിയയിലേക്ക് പോയ ഇന്ത്യൻ വിദേശ സഞ്ചാരികൾ, അതായത് ഇന്ത്യൻ വംശജരാണ്. അതായത് കൂടുതലും കേരളം, കർണാടക, ഗോവ എന്നിവിടങ്ങളിലുള്ള ആളുകളാണ് കൂടുതലുള്ളത്. അങ്ങനെയുള്ള 28 ഇന്ത്യക്കാരുമായിട്ട് യാത്ര തിരിച്ച ബസ്സാണ് കെനിയയിൽ നാടരൂപ മേഖലയിലെ നാഹരൂരു എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. അതായത് അവർ പനാരി എന്നൊരു ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. പനാരി എന്ന ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു വഴിയിലാണ് നല്ല മഴയുണ്ടായിരുന്നു. മഴയിൽ കനത്ത മഴ നനഞ്ഞ ആ റോഡിൽ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് ബസ് മറിയുകയായിരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണ് അതിൽ 6 പേര്, ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 6 പേർ മരിച്ചു. അതിൽ 5 പേർ മലയാളികളാണെന്നാണ് ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കെനിയയിലെ ഖത്തറിൽ നിന്ന് ബലിപെരുന്നാളിൻ്റെ ആ ഒരു സമയത്ത് കെനിയയിലേക്ക് യാത്ര തിരിച്ച് അങ്ങനെയാണ് ഒടുവിൽ കെനിയയിൽ എത്തിപ്പെട്ട അവിടുന്ന് പോവുകയായിരുന്നു. നാടരൂപ മേഖലയിലേക്ക് പോവുകയായിരുന്നു ബസ്. അവിടെയാണ് നാഹരൂരു എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. അതായത് കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബിയിൽ നിന്നും ഏകദേശം 200 കിലോമീറ്ററോളം അകലെയാണ് ഈ സംഭവം നടന്ന സ്പോട്ട് എന്നത്. നെയ്റോബിയിലെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നു. ഏതായാലും അതിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മൊത്തം 33 പേരായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത്. 28 പേര് യാത്രക്കാരും അതോടൊപ്പം 3 ഗൈഡും ഒരു ഡ്രൈവറും അടക്കം മൊത്തം 33 പേരായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് കെനിയയിൽ. ഏതായാലും ഡെയിലി ഇങ്ങനെ ഓരോ അപകട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നലെ കപ്പൽ അപകടം, അതോടൊപ്പം ഇന്ന് ബസ് അപകടം, കെനിയയിലെ ബസ് അപകടം. കൂടുതലും നമ്മുടെ മലയാളികളെയാണ് കൂടുതലും ബാധിച്ചിരിക്കുന്നത് എന്നതും അതിൽ കുട്ടികളടക്കം ഉണ്ട് എന്നതും വളരെ ഖേദകരമായ കാര്യമാണെന്ന് പറയാം. ഇന്ത്യൻ എംബസി ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഡെയിലി ഇങ്ങനെ ഓരോ അത്ര നല്ല ശുഭകരമായ വാർത്തകളല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്നതെന്ന് പറയാം. ലോകത്തിൻ്റെ ഏത് കോണിലും മലയാളി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ലോകത്തിൻ്റെ ഓരോ കോണിൽ നിന്നും മലയാളികൾക്കായിട്ടുള്ള അല്ലെങ്കിൽ ഖേദകരമായ വാർത്തകളാണ് പുറത്ത് വരുന്നതെന്ന് പറയാം. അതിൽ ഇന്ത്യൻ എംബസി, അതായത് ഖത്തറിലെ ഇന്ത്യൻ വംശജരാണ് കെനിയയിലേക്ക് പുറപ്പെട്ടതും. അതിൽ 28 പേരും ഇന്ത്യൻ വംശജരാണ്. അതിൽ 6 പേരാണ് മരിച്ചത്. അതിൽ 5 പേര് മലയാളികളാണ്. 3 സ്ത്രീകളും 2 കുട്ടികളും അടക്കം 5 പേര് മലയാളികളാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. തലസ്ഥാനമായ നെയ്റോബിയിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഈ അപകടം നടന്നത്. കനത്ത മഴയെ തുടർന്ന് റോഡ് മൊത്തം വെള്ളത്തിൽ, അങ്ങനെ നിയന്ത്രണം വിട്ട ബസ് നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഏതായാലും അത്ര ശുഭകരമായ വാർത്തകളല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അനുദിനം പുറത്തു വരുന്നതെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.